ഡ്രസ്സും വാങ്ങി പുറത്തിറങ്ങിയപ്പോ ബില്ല് ചെയ്ത് ഇറങ്ങുമ്പോൾ അടിക്കുന്ന ബീപ്പില്ല എൻട്രൻസിന്റെ അവിടെ അതടിച്ചു. പിന്നെ സ്റ്റുഡിയോക്കാർ വന്ന് ഡ്രസ്സ് തിരിച്ചു വാങ്ങി. സന്ധ്യയായപ്പോ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു സ്റ്റുഡിയോയിൽ ഡ്രസ്സ് എടുക്കാൻ പോരുന്നു. ഡ്രസ്സ് എടുക്കുന്നത് സുഹൃത്തിനാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ചുമ്മാ സ്റ്റുഡിയോക്കകത്തോടെ കറങ്ങി നടക്കുക. കൂടെ വന്ന സുഹൃത്തുക്കൾ രണ്ടുപേരും ഡ്രസ്സ് തപ്പാൻ തുടങ്ങി. യായു നേരെ കിഡ്സിന്റെ സെക്ഷനിലേക്ക് ഓടി. യാവിന്റെ കൂടെ കുറച്ച് നേരം എന്റർടൈൻ ചെയ്യാൻ നോക്കി ഞാനും കൂടെ പോയി. കിഡ്സിന്റെ സെക്ഷനിൽ വന്ന് കയറിയപ്പോൾ മുതൽ യായു ഒരു ഡ്രസ്സൊക്കെ എടുത്ത് കൈ പിടിച്ച് യാവിന് ചേരുന്നുണ്ടോന്ന് ഞാൻ പറഞ്ഞ പുള്ളി പറയും മേടിച്ച് തരുവോ എന്നൊക്കെ ചോദിക്കുവേ. പുള്ളി വെച്ച് നോക്കിയിട്ട് പുള്ളിക്ക് ചേരുന്നുണ്ടെങ്കിൽ അത് യാവിനും ചേരുമെന്നാ പുള്ളി വിചാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വെച്ച് നോക്കി ഈ ഒരു ഡ്രസ്സ് അമ്മു യാവിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മൂന്നും കൂടെ അതിൽ കൂടെ തേരാപ്പാരം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഒരു ഷർട്ട് സെലക്ട് ചെയ്തു. എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞ് വിളിച്ചതാണ്. ഈയിടെയായിട്ട് യാവിന്റെ സ്ഥിരം പരിപാടി എവിടെ ചെന്ന് കഴിഞ്ഞാലും സ്റ്റൂളും കസേരം കിട്ടി അത് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. കുഞ്ഞുകുട്ടികളുള്ള എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നമായിരിക്കും ഡ്രസ്സിന്റെ വില. ഏത് കിഡ്സിന്റെ സ്പെഷ്യലൈസ് ചെയ്ത ഷോപ്പിൽ പോയാലും ഡ്രസ്സിനെല്ലാം നല്ല റേറ്റ് ആയിരിക്കും. ഇവിടെ വലിയ റേറ്റ് ഒന്നും ഇല്ല, 199, 399, 299 ഒക്കെ ഡ്രസ്സ് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രിക്ക് ആയിരിക്കും, പക്ഷെ അറിയില്ലാത്ത കുറച്ച് പേര് കാണുമായിരിക്കും. ഈ മെയിൻ ആയിട്ടുള്ള വലിയ വലിയ ടെക്സ്റ്റൈൽസിലൊക്കെ അവർ യൂസ് ചെയ്യുന്ന ലൈറ്റ്സിനും അതുപോലെ തന്നെയുള്ള മിറേഴ്സിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്പിലെ മിറേഴ്സ് എല്ലാം ഫുൾ ലെങ്ത് ആയിരിക്കും. അത് നമ്മുടെ ഫുൾ ലെങ്ത് കാണാൻ നമ്മൾ സാധിക്കും. അതുപോലെ ഇവ ആംഗിൾ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ആംഗിൾ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ കൂടുതൽ സ്ലിം ആയി കൂടുതൽ ബ്യൂട്ടി ആയിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ 3 സൈഡ് മിറർ 4 സൈഡ് മിറർ ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മളെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു മിസ്റ്റേക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാൻ ഇവർ കൂടുതൽ സഹായിക്കും. അതുപോലെ തന്നെ ലൈറ്റിംഗിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. വാമായിട്ടുള്ള ലൈറ്റിംഗ് ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അത് നമ്മുടെ ഡ്രസ്സിന്റെ കളർ കൂടുതലായിട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കാനും നമ്മുടെ സ്കിൻ കളർ ഒക്കെ കുറച്ചുകൂടെ ടോൺ ചെയ്ത് കാണിക്കാനും ഉപകാരപ്പെടും. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷാഡോസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ കുറച്ചുകൂടെ പ്രൊജക്ട് ചെയ്ത് നിൽക്കാൻ ഉപകാരപ്പെടുന്ന ലൈറ്റ്സ് ആണ് ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. പിന്നെ ചില ഡ്രസ്സുകളുടെ അവിടെ കൂടുതൽ ലൈറ്റ് കാണാറില്ല, അതും ഇവർ അട്രാക്ട് ചെയ്യാൻ വെക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഡ്രസ്സും സെലക്ട് ചെയ്ത് നമ്മൾ നേരെ ബില്ല് ചെയ്യാനായി പോയി. ബില്ല് ചെയ്യുന്നതിന്റെ മുൻപിലായിട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കുറച്ച് ബ്യൂട്ടി ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം യായു എന്റെ കൈ പെറുക്കി തന്നിട്ട് മൊത്തം യായുവിന് മേടിക്കാനാണ് പറയുന്നത്. പിന്നെ യായു പെറുക്കി തരും, ഞാൻ വലം കൈ കൊണ്ട് മേടിക്കും, ഇടം കൈ കൊണ്ട് തിരിച്ച് അതേ റാക്കി വെക്കും. യായുവിന്റെ ഉടുപ്പിന്റെ കൂടെ നമുക്കൊരു നെയിൽ പോളിഷോടെ അഡീഷണൽ വന്നിട്ടുണ്ട്. മിക്ക ഷോപ്പുകളിലും നമ്മൾ കാണുന്ന പോലെ തന്നെ പ്രൊഡക്റ്റ് മേടിച്ചു, പക്ഷെ നമുക്ക് കവർ ഒന്നും തന്നില്ല. പിന്നെ എക്സ്ട്രാ 10 രൂപ വെച്ച് കൊടുത്തിട്ട് കവർ മേടിച്ചു. പിന്നെ ഇവരൊരു ഗുണം എന്നാ ചെയ്തേക്കെന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന കവറിൽ അവരുടെ ആഡ് വെച്ചിട്ടില്ല. ബില്ലൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മെയിൻ വാതിലിന്റെ അവിടെ നിന്ന് ബീപ്പ് അടിക്കുന്നു. നമ്മളോർത്ത് വേറെ ആരുടെങ്കിലും ബീപ്പ് അടിക്കുന്നവർ നമ്മൾ വീണ്ടും നടത്തം കണ്ടിന്യൂ ചെയ്തു. അപ്പോഴാണ് പറയുന്നൊരു വിളി. ബൈ മിസ്റ്റേക്ക് അവർ ഇതിൽ ഏതൊരു പ്രൊഡക്റ്റിന്റെ ബില്ലടിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് സോറി എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് നോ സീൻ, കാരണം ഇതെന്തായാലും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയില്ലേ. ഈ സാധനമൊക്കെ ശരിക്കും അടിക്കോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്കും അടിക്കും കേട്ടോ. ശേഷം നേരെ വീട്ടിലേക്ക്.